നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ട് ബി.ജെ.പി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖ, തൃശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, പാലായിൽ ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ പി.സി. ജോർജ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മുൻ എം.എൽ.എമാരായ കെ. അജിത് വൈക്കത്തും എസ്. രാജേന്ദ്രൻ ദേവികുളത്തും മത്സരിക്കും. 47 സ്ഥാനാർത്ഥികളിൽ 7 പേർ വനിതകളാണ്. തിരുവനന്തപുരം, കാസർകോട് സീറ്റ് ഒഴിച്ചിട്ടു. വിജൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേർന്നു. വിജൻ, പ്രതീക്ഷിച്ച പോലെ തന്നെ ഉള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക. മറ്റാരൊക്കെയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്? ഈ രണ്ടാം ഘട്ട പട്ടിക എന്നുണ്ടാകും? അനീഷ, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെയൊക്കെ വാർത്ത നൽകിയതിന് സമാനമായ രീതിയിലുള്ള പട്ടിക തന്നെയാണ്. എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ ബി.ജെ.പി. തീരുമാനിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് വി. മുരളീധരൻ, വട്ടിയൂർക്കാവിൽ ആർ. ശ്രീലേഖ, മഞ്ചേശ്വരത്ത് കെ. സുരേന്ദ്രൻ, ഒപ്പം തന്നെ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അടങ്ങിയ പട്ടികയാണ് നിലവിൽ എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ സിനിമാക്കാരെയും ഒപ്പം അടുത്തിടെ പാർട്ടിയിലെത്തിയ ആളുകളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആദ്യഘട്ട 47 അംഗങ്ങളുള്ള പട്ടിക നിലവിൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ആൾ മേജർ രവിയാണ്. ഒറ്റപ്പാലത്ത് നിന്നാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാടും, അനൂപ് ആന്റണി, നിലവിലെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി തിരുവല്ലയിലും മത്സരിക്കും. ഒപ്പം സി. കൃഷ്ണകുമാർ നിലവിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ നിലവിലിപ്പോൾ അമ്പലപ്പുഴയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. പി.സി. ജോർജാണ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നത്. നേരത്തെ തന്നെ പി.സി. ജോർജ് അവിടെ പ്രചരണമൊക്കെ തുടങ്ങിയതാണ്. ഷോൺ ജോർജ് പാലായിലും മത്സരിക്കും. എസ്. രാജേന്ദ്രൻ CPM വിട്ട് ബി.ജെ.പിയിൽ എത്തിയതാണ്. അദ്ദേഹം അവിടെ ദേവികുളത്താണ് സ്ഥാനാർത്ഥിയാകുന്നത്. ഒപ്പം തന്നെ സി. രഘുനാഥ്, അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായ ആളാണ്. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. പിന്നീട് ബി.ജെ.പിയിൽ ചേരുകയായിരുന്നു. അദ്ദേഹമാണ് നിലവിൽ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. അങ്ങനെ മറ്റ് പാർട്ടികളിൽ നിന്ന് തിരികെ ബി.ജെ.പിയിൽ എത്തിയ ആളുകളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതും ഒപ്പം തന്നെ നേരത്തെ തന്നെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ മത്സരത്തിനിറക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. അവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 47 അംഗ പട്ടികയാണ് നിലവിൽ ഇപ്പോൾ ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. ബി.ജെ.പിയും അവരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുന്നു. വിജൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.